നേരം കുറെ ആയാലോ ഇങ്ങനെ കിടക്കുന്നത്. ബാക്കി എല്ലാരും ഉറങ്ങി. ബാ കഴിക്കാം. എനിക്ക് വിശക്കുന്നില്ല, നീ കഴിച്ചോ. നിന്റെ വിഷമം എന്താന്ന് എനിക്ക് മനസ്സിലാവും. അമ്മയുടെയും പാറുവിന്റെ ഇടയിൽ ആരെ തിരഞ്ഞെടുക്കണം എന്ന അവസ്ഥ ഉണ്ടായതിനെ കുറിച്ചല്ലേ നീ ചിന്തിക്കുന്നത്? ഇത്രയും കാലം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പോലും ഞാൻ കാരണം വിഷമിക്കരുതെന്ന് ഒരു വാശി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കാരണം നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയാണ് വിഷമിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പറയാൻ പോലും കഴിയുന്നില്ല. എപ്പോഴും ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. സ്വന്തം സന്തോഷത്തെക്കുറിച്ചും കൂടി ആലോചിക്കണം. അച്ഛൻ്റെ വാക്കിനേക്കാളും അമ്മയുടെ വാശിയേക്കാളും വലുത് നിന്റെ പ്രണയമാണ്. നീയും പാറും ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം ഒരുമിച്ചത്. ആ പ്രണയം തോറ്റുപോകരുത്. നിന്റെ മനസ്സിലുള്ള എന്താന്ന് എല്ലാരോടും പറഞ്ഞു നോക്ക്. നിന്നോട് ശരിക്കും സ്നേഹമുള്ളവരാണെങ്കിൽ നിന്റെ ഇഷ്ടം മനസ്സിലാക്കി കൂടെ നിൽക്കും. നീ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്ക്. അമ്മ അത്ര പെട്ടെന്നൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. അമ്മ ചിലപ്പോൾ വാശി പിടിച്ചെന്ന് വരും. നീയും അതേപോലെ തന്നെ വാശി കാണിക്കും. പാറുവിനെ മരുമകളായി അമ്മ അംഗീകരിക്കുന്നിടം വരെ നീ നിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണം. അമ്മ പാറുവിനെ അംഗീകരിക്കുന്നുള്ള വിശ്വാസം എനിക്കിപ്പോ നഷ്ടപ്പെട്ടു തുടങ്ങി. അമ്മയ്ക്ക് നമ്മൾ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് മറ്റെന്തോ ഉള്ളൂ. എത്രയൊക്കെ വാശി കാണിച്ചാലും നീ വിഷമിച്ചിരിക്കുന്ന കാണാൻ അമ്മയ്ക്ക് പറ്റില്ല. കുറച്ച് പിടിവാശി കാണിക്കെങ്കിലും പിന്നീട് അമ്മ വിട്ടുതരും. പക്ഷെ അതിനൊക്കെ മുമ്പ് പാറുവിനെ നിനക്ക് ഇഷ്ടമാണെന്ന് അമ്മ വ്യക്തമായി മനസ്സിലാക്കിപ്പിക്കണം. നീ പാറുവിനെ മാത്രമേ ഭാര്യയെ സ്വീകരിക്കുമെന്ന് അമ്മ മനസ്സിലാക്കിയ തീരാവുന്ന പ്രശ്നമുള്ളൂ. നന്നായി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും. നീ എന്താ ആലോചിച്ച് നിൽക്കുന്നു? പ്രിയൻചേട്ടനെ ഫോൺ വിളിക്കുമ്പോ കട്ട് ചെയ്യാ. ഞാൻ പ്രിയൻചേട്ടന്റെ കൂടെ പോവാന്ന് കരുതിയാ നിന്നത്. പ്രിയം വരാതെ എങ്ങോട്ട് പോവാനാ? ഇന്നലെ നിന്റെ ധാവണി പിടിച്ച് കെഞ്ചിയതല്ലേ? ആ, നിന്നെക്കാളും ധൃതി പിടിച്ച് വരുന്നുണ്ടാവും. സാധാരണ കല്യാണത്തിന് ശേഷം സ്ത്രീകൾ ഭർത്താക്കന്മാരെ സാരിത്തുമ്പി കെട്ടിക്കൊണ്ട് നടക്കുക. നീ അതിനു മുൻപേ തുടങ്ങിയല്ലേ? ഒന്നും മിണ്ടാതിരിക്കെ, ആരെങ്കിലും കേൾക്കും. കേട്ടാലെന്താ? നീ വെറുതെ അവളെ പേടിപ്പിക്കല്ലേ. നീ പ്രിയനെ ഒന്നുകൂടി വിളിച്ചു നോക്ക്. വേഗം എടുത്ത കാര്യം എന്താണെന്ന് പറയാം. വെറുതെ അവളെ എന്തിനാ ടെൻഷൻ അടിപ്പിക്കുന്നത്? മോനെ പ്രിയ, വീണ്ടും കോള് കട്ട് ചെയ്തു. മോൻ ഇത്രയും നേരത്തെ കമ്പനിയിലേക്ക് പോവുകയാണോ? ഞാൻ കുറച്ചു നേരം നിന്നോട് സംസാരിച്ചിരിക്കാമെന്ന് കരുതി. ഇന്നലെ ശോഭ ഒന്നിനും സമ്മതിച്ചില്ലല്ലോ. തുളസിക്ക് മോനോട് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കോൾ ചെയ്ത് തരട്ടെ? അയ്യോ വേണ്ട മാവ,